ഹായ് എവരിവൺ, ഈസി ടേസ്റ്റി ക്വസ്റ്റിനിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്നലെ ഹസ്ബൻഡ് ഒരു 4 മാങ്ങ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ 2 ഇന്നലെ തന്നെ മക്കൾ കഴിച്ചു. അപ്പം 2 ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഞാനൊരു ചെറിയ ഷേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇത് ഹമനറിൽ അവിടെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടാക്കി തരുമായിരുന്നു. പക്ഷെ ഇത് ഷേക്ക് എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അല്ല, അഡീഷണൽ നമുക്ക് വേണ്ടുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ് മാത്രമേ ഉള്ളൂ, ഏലക്കയാണ്. അപ്പം ഇതിന് കുറച്ച് പാല് വേണം, പഞ്ചസാര വേണം, മാങ്ങ വേണം, ഏലക്ക വേണം. അപ്പം നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. പിന്നെ ഇത് അരിയുമ്പോഴത്തേന് നമ്മൾ തോലെടുക്കുമ്പോഴത്തേന് തോല് ഫുള്ളായിട്ട് കളഞ്ഞൊന്നും എടുക്കണേ, അല്ലെങ്കിൽ അത് ചിലപ്പോൾ ഇങ്ങനെ നമ്മൾ മിക്സിയിൽ അടിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഇങ്ങനെ കടിക്കും. അപ്പം അതൊരു ടേസ്റ്റ് കുറവായിരിക്കും. അപ്പം അത് തോലൊന്ന് കളഞ്ഞെടുക്കുക. ഇത് മിക്സിയിൽ ബ്ലെൻഡ് ചെയ്യാനുള്ളതുകൊണ്ട് നമ്മൾ ഏത് ഷേപ്പിനരിഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ. ഇന്ന ഷേപ്പിനായിരിക്കണം എന്നൊന്നും നിങ്ങൾ വിഷമിക്കേണ്ട. ഏത് ഷേപ്പിന് വേണമെങ്കിലും കുറച്ച് ചെറുതായിട്ട് അങ്ങ് മുറിച്ചിട്ടാൽ മതി. ഏത് ഷേപ്പിനായാലും കുഴപ്പമില്ല. കുറച്ച് പഴുത്ത മാങ്ങയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ഇതിപ്പോൾ അത്യാവശ്യം പഴുത്ത മാങ്ങ തന്നെയാണ്. നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ എടുത്തിരുന്ന അത്യാവശ്യം വലിയ മാങ്ങയായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാനൊരു കുഞ്ഞു മാങ്ങയാണെങ്കിൽ നിങ്ങൾക്ക് 1 കപ്പ് പാല് മതി. പക്ഷെ അത്യാവശ്യം വലിയ മാങ്ങയായിരുന്നുണ്ട്, ഒരു മീഡിയം സൈസ് മാങ്ങയായിരുന്നുണ്ട്, നമുക്ക് 1.25 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ ഇത് അപ്പോഴും ഉപയോഗിക്കാനാണെങ്കിൽ, അതായത് നമുക്ക് ചെയ്ത് കഴിഞ്ഞ ഉടനെ ഉപയോഗിക്കാനാണെങ്കിൽ തണുത്ത പാൽ ഉപയോഗിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കുകയും ചെയ്യാം കേട്ടോ. ഇതിൽ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടുന്നുണ്ട്. എൻ്റെ കയ്യിൽ പൊടിച്ച പഞ്ചസാര ഇരിക്കുന്നതുകൊണ്ടാണ് ഞാൻ പഞ്ചസാര ഇടുന്നത്, അല്ലെങ്കിൽ സാധാരണ പഞ്ചസാര ഇട്ടാലും മതി. ഇപ്പം എൻ്റെ പൊടിച്ച പഞ്ചസാര ഉണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടുന്നുണ്ട്. എന്നിട്ട് നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ചേർക്കുന്നത് നമ്മുടെ ഇതിൻ്റെ പേര് മറന്നിട്ടപ്പം ഞാൻ ഏലക്കയാണ് കേട്ടോ. മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഏലക്കയാണ്. അപ്പം നമുക്ക് ഏലക്ക ഇട്ട് കൊടുക്കാം. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, പൊടിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല, വെറുതെ ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പം നിങ്ങൾക്ക് പൊടിച്ച് വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. ഇതിപ്പോൾ തന്നെ ഉപയോഗിക്കാനായിട്ടോ വീട്ടിൽ, അതുകൊണ്ട് ഞാൻ ഒരു 5 ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഐസ് ക്യൂബ്സ് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം, ചിലർക്ക് തണുപ്പ് അധികം ഇഷ്ടമല്ലെങ്കിൽ ഐസ് ക്യൂബ്സ് വേണ്ട. അത്രയും ഇട്ടിട്ട് നമുക്ക് മിക്സിയിലൊന്ന് നല്ലപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഈ മക്കൾക്ക് ഇവിടെ കുറച്ചുകൂടെ തണുപ്പ് വേണം. ഞാൻ 5 ഐസ് ക്യൂബ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ അവർക്ക് കുറച്ചുകൂടെ തണുപ്പ് വേണമെന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ കുറച്ച് ഫോയിൽ പേപ്പർ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ അത് വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് വെക്കാമെന്ന്, ഫ്രിഡ്ജിലൊരു 10 മിനിറ്റ് വെക്കാൻ വിചാരിച്ചു. ഇതിപ്പോൾ ഫോയിൽ പേപ്പർ ഇല്ലെങ്കിലൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. സാധാരണ അങ്ങോട്ട് വേണേൽ സാധാരണ ഒരു മൂടി വെച്ചിട്ട്, കാരണം ഇത് സെറ്റ് ആവാനൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് സാധാരണ ഒരു മൂടി വെച്ച് നമുക്ക് ഫ്രിഡ്ജിൽ ഒരു 10 മിനിറ്റ് വെച്ചിട്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാം. ഞാൻ 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചതാണേ. പിന്നെ എനിക്ക് ഇതാണെന്നറിയില്ല, പക്ഷെ ഗ്ലാസ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടേ, ഫ്രീസറിലാണ് ഞാൻ വെച്ചിരുന്നത്. ഫ്രീസറിൽ വെച്ചിട്ട് എടുത്തിട്ട് വെള്ളത്തിൽ വെക്കാൻ പാടില്ല എന്ന് പറയും. കാരണം അതിങ്ങനെ ഗ്ലാസ് നമ്മൾ യൂസ് ചെയ്യും, പിന്നെ വെള്ളത്തിൽ വെക്കുമ്പോഴത്തേനും അത് പൊട്ടിപ്പോകുമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എൻ്റെ ഹസ്ബൻഡൊക്കെ എപ്പോഴും പറയാറുണ്ട്, അങ്ങനെ എനിക്ക് അറിയത്തില്ല. കഴിച്ചു നോക്കുകയാണേ. നമ്മൾ ഫ്രീസറിൽ ഒരു 10 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട്, കറക്റ്റ് മധുരം കേട്ടോ. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര എന്ന് പറഞ്ഞാൽ കറക്റ്റായിരുന്നു. നമ്മൾ ഇനി കൂടുതലിട്ടാൽ പെട്ടെന്ന് ചെടിച്ചു പോകും. പിന്നെ ഇവിടെ നമ്മൾ ഏലക്ക വെറുതെ, അതായത് പൊടിക്കാതല്ല ഇട്ടിട്ടുണ്ട്, അതിൻ്റെ ഒരു അതായത് ആ പൊടി പോലുള്ളത് എനിക്കിഷ്ടമാകുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇട്ടത്. നിങ്ങൾക്ക് ഏലക്ക പൊടിച്ച് ചേർക്കാൻ വേണം. പിന്നെ കുഞ്ഞു കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഏലക്ക പൊടിച്ച് ഇടുന്നതായിരിക്കും, അല്ലെങ്കിൽ പൊടി ഏലക്ക ഇടുന്നതായിരിക്കും നല്ലത്. കാരണം തൊണ്ടയിലൊക്കെ കുരുങ്ങി അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുണ്ടാവേണ്ട. പിന്നെ എല്ലാവരും മസ്റ്റ് ട്രൈ ആണ്, ചുമ്മാ പറയുന്നത്, നല്ല ടേസ്റ്റാണ്. അപ്പം ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട റെസിപ്പി ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ യുവർ വാല്യുബിൾ ടൈം. അടുത്ത വീഡിയോ എല്ലാവരും കാണും വരെ ടാറ്റാ, ബൈ ബൈ.